Assalamu alaikum warahmatullahi wabarakatuh. Dear children, all are welcome back to our business studies class. Today we will discuss about different business services. പലതരത്തിലുള്ള ബിസിനസ് സർവീസസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സർവീസസ് 3 തരത്തിലാണ് അല്ലേ? ബിസിനസ് സർവീസസ്, സോഷ്യൽ സർവീസസ് ആൻഡ് പേഴ്സണൽ സർവീസസ്. അതിൽ ബിസിനസ് സർവീസസിനെ കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ള പഠനമാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. In the dynamic business world, the role of business services is changing at faster than industry and agriculture. നമുക്കറിയാം ഇൻഡസ്ട്രീനേക്കാളും അതേപോലെ തന്നെ കൃഷിയേക്കാളൊക്കെ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ്സിൻ്റെ സേവനങ്ങൾ എന്നുള്ളത്. ബിസിനസ് സേവനങ്ങളിൽ നമുക്ക് പറയാം പലതരത്തിലുള്ള സേവനങ്ങളുണ്ട്. പ്രധാനപ്പെട്ടുള്ള സേവനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദീസ് ഇൻക്ലൂഡ്സ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസിങ്, കൺസൾട്ടൻസീസ്, കമ്മ്യൂണിക്കേഷൻസ്, ടാക്സ്, അക്കൗണ്ടിങ് എക്സെട്ര. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ ബാങ്കിങ് ആണ്. ബാങ്കിങ്. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാറുള്ളതാണ്. ഡാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നുള്ള കേട്ടോ. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നാണ് പറയുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിസിനസ്സിൻ്റെ ജീവരക്തം അല്ലേ എന്ന് പറയുന്നതാണ് എന്ത്? ഫിനാൻസ് എന്ന് പറഞ്ഞത് അല്ലേ? പണം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ജീവരക്തമാണ്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ടു അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ് അല്ലേ? നമുക്ക് അറിയാം തടസ്സം കൂടാതെ നമ്മുടെ സേവനങ്ങളും സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ എന്താവശ്യമാണ്? പണം കൂടിയേ തീരൂ അല്ലേ? അപ്പം നമുക്ക് എന്താ നോക്കാം. ദ ടേം ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ബാങ്കോ ഓർ ബാങ്ക്. ഏത് വേർഡിൽ നിന്നാണ് ബാങ്ക് എന്നുള്ള ബാങ്ക് എന്നുള്ള വേർഡ് വന്നിട്ടുള്ള നോക്കി നോക്കൂ. ബാങ്കോ ഓർ ബാങ്ക്, BANCK എന്നുള്ള വേർഡ്. ദിസ് മീൻസ് ബെഞ്ച് ഓർ ടേബിൾ ഓൺ വിച്ച് ദ ആൻഷ്യൻറ്റ് മണി ലെൻഡേഴ്സ് ആൻഡ് മണി ചേഞ്ചേഴ്സ് ഇൻ യൂറോപ്പ് യൂസ് ടു ദയർ ബിസിനസ് ഓഫ് ലെൻഡിങ് ആൻഡ് ചേഞ്ചിങ് മണി. എന്താണ് ഈ ബാങ്കോ അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ബെഞ്ച് ഓർ ടേബിൾ അല്ലേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരുന്നത് മണി ലെൻഡേഴ്സ്, യൂറോപ്പിലെ മണി ലെൻഡേഴ്സാണ് ഇത് ആദ്യ പീരീഡുകളിൽ ഇത് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇൻ മോഡേൺ ടൈംസ് എ ബാങ്ക് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ടു നീഡി പീപ്പിൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനമാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനം? ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ ആവശ്യക്കാർക്ക് പണം കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അല്ലേ? കടം കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ മോഡേൺ കാലത്ത് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 defines the term banking as accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise, and may be withdrawn by check, draft, order or otherwise. അതായത് ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് അല്ലേ? സ്വീകരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലെൻഡിങ് അല്ലേ? കടം കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പണം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ്. അതായത് ഡെപ്പോസിറ്റ് ആരുടെ കയ്യിൽ നിന്ന്? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതെന്തിന് സമയത്ത് അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ അവരുടെ അടുത്ത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. അതല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? മേ ബി വിഡ്രോൺ ബൈ ചെക്ക്
അവർ ആവശ്യപ്പെടുന്ന സമയത്ത് അത് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡിനനുസരിച്ച് അത് റീപേബിൾ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മേ ബി വിഡ്രോൺ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർഡർ ഓർ അതർവൈസ്. അവർ ചെക്ക് ഉപയോഗിച്ചോ ഡ്രാഫ്റ്റ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഓർഡർ മുഖേനയൊക്കെ അവർക്ക് വിഡ്രോൺ ചെയ്യാം. ഇത്രയും പ്രവർത്തനങ്ങളാണ് ബാങ്കിങ്ങിൽ നടക്കണമെന്നുള്ളതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറയണത്. ആക്സെപ്റ്റ് ചെയ്യുന്നു, ലെൻഡ് ചെയ്യണു അല്ലേ, അതേപോലെ ഡെപ്പോസിറ്റ് അവരുടെ ഡെപ്പോസിറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യണു, അതേപോലെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് ആവശ്യമുള്ള സമയത്ത് റീപേയ്മെൻറ്റ് നടത്തണു. പിന്നെ ചെക്ക് ഉപയോഗിച്ചോ ഡ്രാഫ്റ്റ് ഉപയോഗിച്ചോ ഏതെങ്കിലും ഓർഡറുകൾ ഉപയോഗിച്ചിട്ടൊക്കെ അത് തിരികെ എടുക്കാനും സാധിക്കുന്നു. ഇത്രയാണ് ബാങ്കിന് നടക്കണമെന്ന്. നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ പറയുന്നുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല, ജസ്റ്റ് ഒന്ന് നമുക്കറിയാലോ കാര്യങ്ങൾ. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, സെൻട്രൽ ബാങ്കാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ മണി ആൻഡ് ക്രെഡിറ്റ്. These are governed by Indian Banking Regulation Act 1949. Bank is a business of receiving deposits, lending them to the people need finance and rendering other useful services. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ എന്താണ്, അവർ ക്രെഡിറ്റും പണവും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ ലെൻഡിങ്, ഫിനാൻസ് അല്ലേ, പണം സ്വീകരിക്കുക, പണം കടം കൊടുക്കുക, അതുപോലെ അതർ യൂസ്ഫുൾ സർവീസസ് അവർ ചെയ്യേണ്ടത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്ക് 2 തരത്തിൽ വരുന്നുണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത് those banks in which the government has a major stakes. അതായത് മെയിനായിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും. ഇവിടെ മെയിനായിട്ടുള്ള അതോറിറ്റി ആരായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും. ദിസ് വാസ് പോസിബിൾ വിത്ത് ദ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് നാഷണലൈസിങ് 20 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് 14 ബാങ്ക്സ് ഇൻ 1969, 96 in 1980. ഇവിടെ മെയിനായിട്ട് ആരാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ സെറ്റിംഗ് അപ്പിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത്. അതിൽ 20 കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തേക്കണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ക്യാൻ എംഫസിസ് ഓൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ബിസൈഡ്സ് പ്രോഫിറ്റബിലിറ്റി അല്ല കൂടുതൽ ലക്ഷ്യമിടുന്നത്, സോഷ്യലായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് കൂടുതലും ഇവിടെ ലക്ഷ്യമിടുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ. ഓക്കെ, ദെൻ രണ്ടാമത് വരുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ദീസ് ബാങ്ക്സ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസാണിത് മാനേജ് ചെയ്യണത്. ഇത് പ്രവർത്തിക്കുന്നത് സബ്ജക്റ്റ് ടു ദി റെഗുലേഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ റെഗുലേഷൻസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻസ്. ഓക്കെ, റീസെൻ്റ്ലി സം ബാങ്ക്സ് കോൾഡ് ന്യൂ ജനറേഷൻ ബാങ്ക് ഓർ അതർവൈസ് ഹൈടെക് ബാങ്ക്സ്. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ ഇപ്പോൾ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ന്യൂ ജനറേഷൻ ബാങ്കിങ്, അതേപോലെ തന്നെ ഹൈടെക് ബാങ്കിങ്. കാരണം എന്താ വെച്ചാൽ എ ഗുഡ് നമ്പർ ഓഫ് ബാങ്ക്സ് ആർ എഫിഷ്യൻ്റ്ലി ഫങ്ഷനിങ് ഇൻ ഇന്ത്യ. അതായത് വളരെ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് തന്നെ ഇപ്പോൾ അവരുടെ ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ന്യൂ ജനറേഷൻ ബാങ്ക്സ് ഓർ ഹൈടെക് ബാങ്ക്സ് എന്നൊക്കെ വിളിക്കുന്നത്. ദീസ് ബാങ്ക്സ് ആർ പ്രൊമോട്ടഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IDBI, ICICI, അതേപോലെ HDFC, UTI എക്സെട്ര. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്, സഹകരണ ബാങ്കുകൾ. ആദ്യം നമ്മൾ പറഞ്ഞ വാണിജ്യ ബാങ്കുകളാണ് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കാണ്. ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് സഹകരണ ബാങ്കുകളാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് ഓൺ കോപ്പറേറ്റീവ് ലൈൻസ്. സഹകരണ മേഖലയിലാണ് ഇത്തരത്തിലുള്ള ബാങ്കുകൾ
ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ദീസ് ബാങ്ക്സ് ആർ ഗവേൺഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് സംസ്ഥാന സഹകരണ നിയമം അനുസരിച്ചാണിത് പ്രവർത്തിക്കുന്നത്. ദേ എൻകറേജ് ത്രിഫ്റ്റ്, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലേൺ മണി ടു ദ മെമ്പേഴ്സ് അറ്റ് എ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ത്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മിതവ്യയം എന്നൊക്കെ ഉദ്ദേശിക്കുക. അതായത് നമ്മൾ സേവ് ചെയ്യാനുള്ളൊരു ഉത്സാഹപ്പെടുത്തുക. ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, അതുപോലെ വളരെ കുറഞ്ഞ റേറ്റിൽ കടം കൊടുക്കുക, അതായത് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള സർവീസുകൾ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റൂറൽ ക്രെഡിറ്റ് ആൻഡ് ദാറ്റ് ഈസ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. അതായത് കൃഷിക്കും അതുപോലെ തന്നെ കൃഷികളുടെ ആവശ്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഇവർ എന്ത് കൊടുക്കുന്നത്, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇതാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് റെൻഡർ സ്പെസിഫിക് സർവീസസ് ടു ദ പബ്ലിക്. അതായത് വിശേഷാൽ ബാങ്കുകൾ, അതായത് പ്രത്യേക വിദഗ്ധ ബാങ്കുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദീസ് ഇൻക്ലൂഡ്സ് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, എക്സിം ബാങ്ക്സ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്സ്. അതായത് വിദേശ വിനിമയ ബാങ്കുകൾ, വ്യവസായ ബാങ്കുകൾ, കയറ്റുമതി ഇറക്കുമതി ബാങ്കുകൾ, ഇതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ദീസ് ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രീസ്, ലോങ് ടേം പ്രോജക്ട്സ്, ഫോറിൻ ട്രേഡ് എക്സെട്ര. ഇപ്പോൾ വിദേശ ബിസിനസ്സിന്, വൻകിട പദ്ധതികൾക്ക്, വ്യവസായങ്ങൾക്കൊക്കെയാണ് ഇവർ കൂടുതൽ സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യണം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല പ്രധാനമായി വരുന്ന ബാങ്ക് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സെൻട്രൽ ബാങ്ക്, കേന്ദ്ര ബാങ്ക്. എ സെൻട്രൽ ബാങ്ക് ഈസ് ദ പ്രിൻസിപ്പൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. It is owned and managed by government. It supervises, guides, control and regulates the all activities of commercial banks of that country. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ബാങ്ക് ഇടപാടുകളും വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളൊക്കെ മുഴുവൻ നിയന്ത്രിക്കുന്ന ബാങ്കാണ് കേന്ദ്ര ബാങ്ക്. ഇവിടുത്തെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ദ റിസർവ് ബാങ്ക് ഓഫ് ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് 1935. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1935. ഓക്കെ.